ആക്കാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ അമേരിക്കയുമായി കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനുമേൽ നരകം പെയ്തിറങ്ങുമെന്ന ട്രംപിന്റെ അന്ത്യശാസനം തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിനിടയിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നു. അതിൽ തങ്ങളുടെ ഏറ്റവും മാരകമായ സ്റ്റെൽത്ത് മിസൈലുകൾ JASSMER ക്രൂയിസ് മിസൈലുകൾ യുദ്ധഭൂമിയിലേക്ക് എത്തിക്കുന്നുവെന്ന വിവരം മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാനെ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ നീക്കം. പസഫിക് മേഖലയിലെ കരുതൽ ശേഖരത്തിൽ നിന്ന് മിസൈലുകൾ സെൻട്രൽ കമാൻഡ് ബേസുകളിലേക്കും ബ്രിട്ടനിലെ ഫെയർഫോർഡിലേക്കും മാറ്റാൻ ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 600 മൈലിലധികം, അതായത് 965 കിലോമീറ്റർ ദൂരപരിധിയുള്ള സ്റ്റെൽത്ത് മിസൈലുകൾ ശത്രുവിന്റെ വ്യോമ പ്രതിരോധത്തെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്തെത്താൻ ശേഷിയുള്ളവയാണ്. വിനോദ്, ഇപ്പോൾ അവസാന അടവിലേക്ക് ട്രംപും അമേരിക്കയും പോവുകയാണോ? ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ദുർബലമാക്കിയത് സ്ഥിരമായി അവകാശപ്പെട്ടെങ്കിലും 2 വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടത്. അതവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, MER ക്രൂയിസ് മിസൈലുകൾ എന്നത് ഈ വിനാശം, പറക്കുന്ന വിനാശം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും കടുത്ത ഒരു ഘട്ടത്തിലേക്ക് അമേരിക്ക കടക്കുന്നു എന്ന സംശയം തോന്നിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അവരുടെ നീക്കങ്ങൾ. ഈ പൈലറ്റിനെ കണ്ടെത്തുക എന്നത് ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതൊരു ഊരാക്കുടുക്കായി മാറിയിരിക്കുകയാണ്. യുദ്ധം 4 ആഴ്ച കൊണ്ട് അവസാനിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും പക്ഷേ അത് കടന്നു പോകുന്നു. 35 ദിവസം പിന്നിടുന്നു. അതുകൊണ്ട് തന്നെ ഇനി 2 ആഴ്ച കൂടി എന്നൊരു കാര്യമാണ് ട്രംപ് പറയുന്നത്. പക്ഷേ അവിടെയും കാര്യങ്ങൾ അവസാനിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. കൂടുതൽ സേനാ വിഭാഗം അല്ലെങ്കിൽ ആയുധങ്ങൾ ഇറാന് അടുത്തേക്ക് അമേരിക്ക കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലും ചില ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ആർമി ചീഫിനെ ഉൾപ്പെടെ 9 ഉന്നത ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ ദിവസം സ്ഥാനഭ്രഷ്ടരാക്കിയത്, ട്രംപ് ഒഴിവാക്കിയത്. ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് ആർമി ചീഫിനെയൊക്കെ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആളെ വെക്കുക എന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ്. ആ തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ക്രൂയിസ് മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾ കൂടുതലായി കൊണ്ടുവരുന്നത്. പസഫിക് മേഖലയിലെ കരുതൽ ശേഖരത്തിൽ നിന്ന് മിസൈലുകൾ സെൻട്രൽ കമാൻഡ് ബേസുകളിലേക്കും അതോടൊപ്പം തന്നെ മറ്റ് അവരുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഈ ഇറാനുമായി ബന്ധപ്പെട്ട പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റ് കേന്ദ്രങ്ങളിലേക്കും ഒക്കെ മാറ്റാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. 600 മൈലിലധികം, അതായത്